السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والعاقبة للمتقين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألهاكم التكاثر حتى زرتم المقابر، كلا سوف تعلمون، ثم كلا سوف تعلمون، كلا لو تعلمون علم اليقين لترون الجحيم. يا سيدي يا رسول الله خذ بيدي، ما لي سواك ولا ألوي على أحد. الصلاة والسلام عليك يا رسول الله، الصلاة والسلام عليك يا حبيب الله، الصلاة والسلام عليك يا خليل الله. خذ بيدي قلت حيلتي، أدركني يا رسول الله. ജീവിക്കുന്ന കാലം ഇസ്സത്തോടെ ആഫിയത്തോടെ ആരോഗ്യത്തോടെ ജീവിച്ച് മരണം ഖൈറാകുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ ചൊല്ലി ഹബീബിനെ കണ്ട് സ്വർഗം കണ്ട് ചിരിച്ച് മരിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിൻ്റെ ഈ ഭൂമി ലോകത്ത് അവൻ തരുന്ന വെള്ളം കുടിച്ച്, അവൻ തരുന്ന ഓക്സിജൻ ശ്വസിച്ച്, അവൻ്റെ സുഖങ്ങൾ അനുഭവിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അല്ലാഹു നമ്മെ ഈ ഭൂമി ലോകത്തേക്ക് അയച്ചതിൻ്റെ മർമ്മപ്രധാനമായ ലക്ഷ്യം പലപ്പോഴും മറന്നുകൊണ്ട് നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് വേദനാജനകമാണ്. നമ്മുടെയൊക്കെ ജീവിതം, ആ ജീവിതത്തിന് ഒരു പ്രത്യേക ലക്ഷ്യമുണ്ട്. അല്ലാഹുവിൻ്റെ എണ്ണമറ്റ ജീവജാലങ്ങൾ ഈ ഭൂമി ലോകത്തുണ്ട്. എണ്ണിയാൽ തീരാത്ത എണ്ണമറ്റ ജീവികൾ. ഈ ജീവികളൊക്കെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്, പോറ്റിക്കൊണ്ടിരിക്കുന്നത്, അതിനെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്നത് ഖാലിഖായ അല്ലാഹുവാണ്. എന്നാൽ അവന്റെ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടമായ പദവി നൽകി ഈ ഭൂമി ലോകത്തേക്ക് പറഞ്ഞുവിട്ട മനുഷ്യരായ നമ്മൾ മറ്റുള്ള മൃഗങ്ങളെ പോലെയല്ല, ജന്തുക്കളെ പോലെയല്ല, മറ്റുള്ള ജീവികളെ പോലെയല്ല. ഒരു പരമമായ ലക്ഷ്യം നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ പിന്നിലുണ്ട്. അല്ലാഹു ഈ ഭൂമി ലോകത്തേക്ക് നമ്മെ പറഞ്ഞയച്ചതിന്റെ ലക്ഷ്യം അത് ഉൾക്കൊണ്ടുകൊണ്ട്
ആ ലക്ഷ്യപ്രാപ്തിയോടുകൂടെ ജീവിക്കുമ്പോഴാണ് സത്യത്തിൽ നമ്മളൊക്കെ യഥാർത്ഥ മനുഷ്യരാകുന്നത്. നമ്മുടെ മുമ്പിൽ കാണുന്ന എല്ലാത്തിനും ലക്ഷ്യങ്ങളുണ്ട്. മൈക്കിവിടെ വെച്ചതിന് ലക്ഷ്യമുണ്ട്, പീഠമിട്ടതിന് ലക്ഷ്യമുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന മൊബൈൽ, അതിന് ലക്ഷ്യമുണ്ട്. ഉപയോഗിക്കുന്ന കാറുകൾ, വാഹനങ്ങൾ, ഇതിലൊക്കെ ലക്ഷ്യമുണ്ട്. എല്ലാത്തിൻ്റെ പിന്നിലും മനുഷ്യൻ കാണുന്ന അല്ലെങ്കിൽ മനുഷ്യന്റെ മുമ്പിലുള്ള എല്ലാത്തിനും അതിന്റെ പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട്, അല്ലെങ്കിൽ ലക്ഷ്യങ്ങളുണ്ട്. എന്നാൽ മനുഷ്യരായ നമ്മുടെ ജീവിതത്തിനും ഒരു ലക്ഷ്യമുണ്ട്. എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം? കുറെ സമ്പത്തുണ്ടാക്കലോ, അതല്ലെങ്കിൽ കുറെ ആഹ്ലാദിക്കലോ, കുറെ ചിരിച്ചു കളിച്ച് രസിക്കലോ അല്ല നമ്മുടെ ജീവിതത്തിന്റെ പിന്നിലുള്ള ലക്ഷ്യം. മനുഷ്യനെ സൃഷ്ടിച്ച് ഈ ഭൂമിലോകത്തേക്ക് പറഞ്ഞയച്ച ഖാലിഖായ അല്ലാഹ് തന്നെ ആ ലക്ഷ്യം നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും നമ്മൾ പടച്ചിട്ടില്ല ഇല്ലാ ലിയഅ്ബുദൂന, അവർ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ, ഇബാദത്ത് എടുക്കാൻ വേണ്ടിയല്ലാതെ. ഇബാദത്താണ് മനുഷ്യന്റെ ജീവിതത്തിന്റെ പിറകിലുള്ള ലക്ഷ്യം. നമ്മളൊക്കെ ഒരു ദിവസം 5 നേരം ഇബാദത്ത് ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മൾ നേരം പുലർന്നതിന് ശേഷം ഫർള് നിസ്കാരങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. റമദാൻ മാസമാകുമ്പോൾ നോമ്പ് നോൽക്കുന്നുണ്ട്. ദുൽഹജ്ജ് മാസത്തിൽ ഹജ്ജ് ചെയ്യുന്നുണ്ട്. ഒരുപാട് നല്ല നല്ല പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അമലുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഈ അമല് ചെയ്യുക അല്ലെങ്കിൽ ഇബാദത്ത് ചെയ്യുക എന്നത് അത് മനുഷ്യന്റെ പരമമായ ലക്ഷ്യമാണ്. ഖാലിഖായ അല്ലാഹനെ കുറിച്ച് അറിഞ്ഞ് മനസ്സ് ക്ലിയറോടുകൂടെ ഉള്ള ആരാധന, നിസ്കാരമാവട്ടെ നോമ്പാവട്ടെ എന്തും അത് അല്ലാഹു സ്വീകരിക്കും. അപ്പോൾ മനുഷ്യന്റെ പിറകിൽ നമ്മുടെ പടച്ചുവിട്ടതിന്റെ പിന്നിലുള്ള പരമമായ ലക്ഷ്യം ആരാധനയാണ് എങ്കിൽ, ഇബാദത്താണ് എങ്കിൽ, ആ ഇബാദത്ത് കൊണ്ടാണ് ഖാലിഖായ അല്ലാഹുവിന്റെ സാമീപ്യം നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ പൂർവീകരായ പല മഹത്തുക്കളും അവരുടെയൊക്കെ ജീവിതത്തിൽ ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളെ രാവും പകലും ആരാധന കൊണ്ട് ധന്യമാക്കിയ മഹാവ്യക്തിത്വമായിരുന്നു. ആരാധനയിലൂടെയാണ് അവര് അള്ളാഹുവിനുള്ള പരമമായ സ്ഥാനം അവർ കൈവരിച്ചത്. അവിടുത്തെ മാലയിൽ കാണാം, നലവേറും ഐഷ തൊഴുതോറുവാലെ 40 ഇറ്റാണ്ടോളം സുബ്ഹ് തൊഴുതോവർ, 40 വർഷത്തോളം രാത്രിയിൽ ഉറക്കമൊഴിച്ച് ആരാധന ചെയ്ത മഹാനാണ് ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾ. ജീവിതത്തിൽ വളരെ കുറച്ച് സമയം ഉറങ്ങുകയും മറ്റുള്ള സമയങ്ങളൊക്കെയും ആരാധനയ്ക്ക് വേണ്ടി ചെലവഴിക്കുകയും ചെയ്ത മഹൽ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ഗൗസുൽ ആലം തങ്ങൾ. ബഹുമാനപ്പെട്ട നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ ഭൂലോകത്തുള്ള സകല സ്ത്രീകൾക്കും മാതൃകയാണ്. അവിടുത്തെ മാലയും കാണാം, മുതിപകലിലൊക്കെയും നോമ്പതും കൂടിയിട്ട് ഉറങ്ങിടാതെ രാവിൽ നീണ്ട്
തൊഴുതിടും സാദത്തെ പതിയും ബീസ് ഹജ്ജതയിൽ ചെയ്ത് വൻഗുണത്തെ പറ്റിയഹിലുൽ ബൈത്തിലേറ്റം പോരിശാലേ ബിത്തേ. ഉദിപകരിലൊക്കെയും സൂര്യനുദിച്ച പകലിൽ മുഴുവനും നോമ്പ് ഹറാമല്ലാത്ത ദിവസങ്ങളിലൊക്കെ നോമ്പ് അതും പിടിത്തേ. നോമ്പ് പിടിച്ച ബഹുമാനപ്പെട്ട നഫീസത്തുൽ മിശ്രിയ ബീവി റളിയല്ലാഹു അൻഹ ഉറങ്ങിടാതെ രാവിൽ നിന്ന് തൊഴുതിടുന്നു സദത്തെ. ഉറങ്ങിടാതെ രാത്രിയിൽ മുഴുവനും നിസ്കാരമായിരുന്നു, ആരാധനയായിരുന്നു. ഇങ്ങനെ നിസ്കാരം, ആരാധന, നല്ല പ്രവർത്തനങ്ങളിലൂടെയാണ് അല്ലാഹുവിൽ അതിമഹത്തായ സ്ഥാനം നഫീസത്തുൽ മിശ്രിയ റളിയല്ലാഹു അൻഹ കരസ്ഥമാക്കിയത്. ഒരു ഖുദ്സിയായ ഹദീസിൽ നമുക്ക് കാണാം, മാ യസാലു അബ്ദി ബിൻ നവാഫിൽ, ഒരു അടിമ സുന്നത്തായ കാര്യങ്ങളെ കൊണ്ട് എന്നിലേക്ക് അടുത്താൽ, ഫർള് മനുഷ്യൻ ചെയ്യൽ നിർബന്ധമാണ്, അതോടൊപ്പം സുന്നത്തായ കാര്യങ്ങളെ കൊണ്ട് ഒരു അടിമ എന്നിലേക്ക് അടുത്തു കഴിഞ്ഞാൽ കുന്തു സംഅഹു അല്ലദീ യസ്മഉ ബിഹി വബസറഹു അല്ലദീ യുബ്സിറു ബിഹി വയദഹു അല്ലദീ യബ്തിശു ബിഹാ. അവൻ കാണുന്ന കാത് ഞാൻ, കേൾക്കുന്ന കാത് ഞാനാകും, കാണുന്ന കണ്ണ് ഞാനാകും, പിടിക്കുന്ന കൈ ഞാനാകും എന്ന് ഖാലിഖായ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഫർളായ കാര്യങ്ങൾക്ക് പുറമെ സുന്നത്തായ കാര്യങ്ങളെ കൊണ്ട് അടിമ എന്നിലേക്ക് അടുത്താൽ വിലായത്തിന്റെ മഹോന്നതമായ പദവിയിലേക്ക് അവർ ഉയരും എന്നർത്ഥം. അങ്ങനെ ഉയർന്നതാണ് നഫീസത്തുൽ മിശ്രിയ റളിയല്ലാഹു അൻഹ. ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾ, ഒരുപാട് അമ്പിയാക്കൾ, ഔലിയാക്കൾ, ഇവരൊക്കെയും ജീവിതത്തിന് ഒരു അർത്ഥം കണ്ടെത്തിയവരായിരുന്നു. എന്നാൽ നമ്മുടെയൊക്കെ ജീവിതത്തിന് അർത്ഥങ്ങളുണ്ട്, ലക്ഷ്യങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനമാണ് 5 വഖത്ത് നിസ്കാരം. നിസ്കാരം നേരാംവണ്ണം നിർവഹിക്കാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ജീവിതത്തിൽ തീരെ നിസ്കരിക്കാത്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ജുമാ നിർവഹിക്കാത്ത ആളുകൾ പോലും നമ്മുടെ കൂട്ടത്തിലുണ്ട്. നമ്മുടെ സമയങ്ങൾ വിലപ്പെട്ടതാണ്, ആയുസ്സുകൾ തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത, അല്ലെങ്കിൽ തിരിച്ചു ലഭിക്കാത്ത ഒന്നാണ് മനുഷ്യന്റെ സമയം. ഈ ഭൂമി ലോകത്ത് വളരെ ചുരുങ്ങിയ ചില സംഗതികൾ മാത്രമാണ് മനുഷ്യന് തിരിച്ചു കിട്ടാത്തത്. 10,000-ങ്ങളോ ലക്ഷങ്ങളോ കോടികളോ കൊടുത്താൽ പോലും തിരിച്ചു കിട്ടാത്ത ചില സംഗതികളുണ്ട് ഇവിടെ. ഒന്നാണ് അവന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ. അവരെ അവന് തിരിച്ചു കിട്ടൂല. പോറ്റുമാനെ കിട്ടും, പക്ഷെ പെറ്റുമാനെ കിട്ടൂല. അതേപോലെ മറ്റൊന്നാണ് മനുഷ്യന്റെ സമയം, തീർന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ ആയുസ്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, തിരിച്ചു കിട്ടൂല. നഷ്ടപ്പെട്ട വർഷങ്ങളൊന്നും തിരിച്ചു കിട്ടൂല. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാ, മഅബൂനും ഫീമാ കസീറും മിനന്നാസ് അസ്വിഹത്തു വൽ ഫറാഗ്. ജനങ്ങളിൽ അധിക പേരും വഞ്ചിതരാണ്. 2 കാര്യങ്ങളിൽ മനുഷ്യരിൽ അധിക പേരും വഞ്ചിതരാണ്. ഒന്ന് അസ്വിഹ, മനുഷ്യന്റെ ആരോഗ്യം. നല്ല ആരോഗ്യമുള്ള സമയമുണ്ട് നമുക്കൊക്കെ, ഓടാനും കളിക്കാനും എന്ത് പ്രവൃത്തിയും ചെയ്യാൻ പറ്റുന്ന നല്ല ആരോഗ്യമുള്ള സമയം. പക്ഷേ ആ ആരോഗ്യം കാലകാലം മനുഷ്യന് നിലനിൽക്കൂല. ആ ആരോഗ്യം കാലകാലം മനുഷ്യനുണ്ടാകൂല. പ്രായം കൂടുന്നത് അനുസരിച്ച് മനുഷ്യന്റെ ആരോഗ്യം ഇങ്ങനെ ക്ഷയിച്ച് വന്നുകൊണ്ടിരിക്കും. നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട് ഒരുപാട് പ്രായം ചെന്ന ആളുകൾ. ഒരു കാലത്ത് നല്ലവണ്ണം ഓടാനും ചാടാനും പണിയെടുക്കാനും
ജോലിക്ക് പോകാനും ഒക്കെ നല്ല ഉഷാറായിരുന്നു. പക്ഷേ ജീവിതത്തിൽ വാർദ്ധക്യം വന്ന സമയത്ത് ഒന്ന് നേരാം വണ്ണം എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കാൻ പോലും അവർക്ക് കഴിയുന്നില്ല. കാരണം ഊരയ്ക്ക് വേദനയാണ്, മുട്ടുംകാലിന് വേദനയാണ്, കെണിപ്പുകൾക്കൊക്കെ വേദനയാണ്, പ്രയാസമാണ്. കസേരയെ ആശ്രയിക്കേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ്. പക്ഷെ ആ സമയത്ത് അവരൊക്കെ ആഗ്രഹിക്കുന്നത് ജീവിതത്തിന്റെ കഴിഞ്ഞുപോയ നല്ല കാലങ്ങൾ ഉണ്ടായിരുന്നു, നല്ല പച്ചപ്പിന്റെ കാലങ്ങൾ, നല്ല ആരോഗ്യമുള്ള സമയം ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ കഴിഞ്ഞുപോയ കാലങ്ങളൊന്നും തിരിച്ചു വന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യനും ഈ ഭൂമി ലോകത്തില്ല. നമ്മുടെ സമയം വിലപ്പെട്ടതാണ്. ആ നഷ്ടപ്പെടുന്ന സമയങ്ങൾ ഒരിക്കലും നമുക്ക് ജീവിതത്തിൽ ഇനി തിരിച്ചു കിട്ടൂല. 2024 നമ്മിൽ നിന്ന് വിട പറഞ്ഞുപോയി. 2025 നാം കാലെടുത്ത് വെച്ചു. ഇനി 2024 നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന പ്രശ്നമില്ല. അതേപോലെ എത്രയെത്ര വർഷങ്ങളാണ് നമ്മിൽ നിന്നൊക്കെ കഴിഞ്ഞുപോയത്. മനുഷ്യൻ ഇങ്ങനെ സമയം തീർന്നുകൊണ്ടിരിക്കുന്നു, മനുഷ്യന്റെ ആയുസ് തീർന്നുകൊണ്ടിരിക്കുന്നു, മനുഷ്യൻ ഖബറിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. ബഹുമാനപ്പെട്ട ശുജായി മൗലവി പറയുന്നു, കൂടുന്നു കൊല്ലങ്ങൾ മാസങ്ങളാഴ്ച, കെടികൾ കണക്കേ നിന്റെ ആയുസ് തീർച്ച. കൂടുന്നു കൊല്ലങ്ങൾ മാസങ്ങളാഴ്ച, മനുഷ്യന്റെ സമയങ്ങൾ ദിവസങ്ങളായി, മിനിറ്റുകൾ മണിക്കൂറുകളായി, മണിക്കൂറുകൾ അർദ്ധ ദിവസങ്ങളായി, അർദ്ധ ദിവസങ്ങൾ പൂർണ്ണ ദിവസങ്ങളായി, ദിവസങ്ങൾ ആഴ്ചകളായി, ആഴ്ചകൾ മാസങ്ങളായി, മാസങ്ങൾ വർഷങ്ങളായി, വർഷങ്ങൾ ദശകങ്ങളായി, ശതകങ്ങളായി മനുഷ്യന്റെ ആയുസ് അങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുന്നു കൊല്ലങ്ങൾ മാസങ്ങളാഴ്ച, കെടികൾ കണക്കെ നിന്റെ ആയുസ് തീർച്ച. വീടിന്റെ ചുമരുകളിൽ തൂക്കിയിട്ടിരിക്കുന്ന ക്ലോക്കുകളിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്കറിയാം ആ ക്ലോക്കുകൾ നമ്മോട് വലിയ സത്യം വിളിച്ചു പറയുന്നുണ്ട്. ഓരോരുത്തരുടെ വീട്ടിലും പള്ളിക്കുള്ളിലും ഓഫീസുകളിലും സകല സ്ഥലങ്ങളിലും ക്ലോക്കുകളുണ്ട്. ആ ക്ലോക്ക് നല്ലൊരു വായിലാണ്, ഒരു ഉപദേശകനാണ്. ക്ലോക്ക് നമ്മോട് പറയുന്നത്, മനുഷ്യ അതിന്റെ ആയുസ് തീർന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഇനി അതൊന്നും തിരിച്ചു വരൂല. സെക്കൻഡ് സൂചികൾ ചലിച്ചുകൊണ്ടിരിക്കുന്നു. മിനിറ്റ് സൂചികൾ, സെക്കൻഡ് സൂചി ഒന്ന് റൗണ്ട് അടിക്കുമ്പോൾ അതിന്റെ മിനിറ്റ് സൂചി ഒന്ന് ചലിക്കുന്നു, ഒന്ന് വെട്ടുന്നു. എന്താ വെട്ടിയത്? മനുഷ്യന്റെ ജീവിതത്തിന്റെ ആയുസ്സാ വെട്ടിയത്. വളരെ പ്രധാനപ്പെട്ട ഒരു മിനിറ്റ് മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ മിനിറ്റ് സൂചി ഒന്ന് റൗണ്ട് അടിച്ചതിന്റെ ജോലി പൂർത്തിയാക്കിയാൽ തൊട്ടടുത്തൊരു ചെറിയ സൂചിയുണ്ട്, അതാണ് മണിക്കൂർ സൂചി. അതൊന്ന് വെട്ടി. എന്താണ് ആ വെട്ടിയത്? നിന്റെ ജീവിതത്തിൽ ഒരു മണിക്കൂർ വെട്ടിക്കുറച്ചു, ഇനി ആ സമയം തിരിച്ചു വരൂല. ആ മണിക്കൂർ സൂചി ഒന്ന് റൗണ്ട് അടിച്ചാൽ നിന്റെ ജീവിതത്തിന്റെ പകുതി സമയം, ഒരു ദിവസത്തിന്റെ അല്ലെങ്കിൽ അർദ്ധ ദിവസം നിന്നിൽ നിന്ന് കഴിഞ്ഞുപോയി. ഇനി ആ ദിവസം തിരിച്ചു വരുന്ന പ്രശ്നമില്ല. 2 തവണ മണിക്കൂർ സൂചി ഒന്ന് കറങ്ങിയാൽ നിന്റെ ഒരു ദിവസം തീർന്നുപോയി. തീർന്നുപോയ സമയം തിരിച്ചു വരൂല. സമയം തീരുന്നതിനനുസരിച്ച് മനുഷ്യന്റെ ആയുസ് തീരുന്നുണ്ട്. ആയുസ് തീരുന്നതിനനുസരിച്ച് മനുഷ്യന്റെ ആരോഗ്യം ക്ഷയിച്ചു പോകുന്നുണ്ട്. ആരോഗ്യവും ആയുസ്സും സമയവും തീർന്നുകൊണ്ടിരിക്കുകയാണ്. തീർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉപയോഗപ്പെടുത്താൻ കഴിയാത്തവൻ ആരാണ്? അവനാണ് ഏറ്റവും വലിയ പരാജയപ്പെട്ടവൻ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, മഅബൂനും ഫീമാ കസീറും മിനന്നാസ് അസ്വിഹത്തു വൽ ഫറാ. മനുഷ്യരിൽ അധിക പേരും വഞ്ചിതരാണ്.
ഏത് വിഷയത്തിൽ? ഒന്ന് സമയത്തിന്റെ വിഷയത്തിൽ, മറ്റൊന്ന് ആരോഗ്യത്തിന്റെ വിഷയത്തിൽ. കൂടുന്നു കൊല്ലങ്ങൾ, മാസങ്ങളാഴ്ച, കെടികൾ കണക്കേനിൽ ആയുസ് തീർച്ച. പരം മലക്കിന്റെ കൽപ്പന കിട്ടി കൂടാടി പാറുന്ന തത്തയെ തട്ടി. സമയം തീർന്നു പോകുമ്പോൾ പെട്ടെന്ന് മനുഷ്യന്റെ അജലെത്തിയപ്പോ പാരൻ മലക്കിന്റെ കൽപ്പന കിട്ടി കൂടാടി പാറുന്ന തത്തയെ തട്ടി. ആത്മാവാകുന്ന ശരീരമാകുന്ന കിളിക്കൂട്ടിൻ്റെ ഉള്ളിൽ ആത്മാവാകുന്ന തത്തയെ സന്നിവേശിപ്പിച്ചിട്ടുണ്ട്. ഉമ്മാന്റെ ഗർഭാശയത്തിൽ 4 മാസം പ്രായമാകുമ്പോ. എന്നാൽ മരണം അത് തട്ടിയെടുത്തു. മനുഷ്യന്റെ ആത്മാവ് പിടിച്ചെടുത്തു. ആത്മാവ് പിടിച്ചെടുത്തവൻ വെറും ഒരു ജീവച്ഛവം മാത്രമായി, മയ്യത്തായി. ആ സമയത്ത് വിലപിച്ചിട്ട് കാര്യമുണ്ടോ? വിഷമിച്ചിട്ട് കാര്യമുണ്ടോ? മരണം വരുന്നതിന്റെ മുമ്പ് ചിന്ത വേണം, ഓർമ്മ വേണം. എനിക്കും നിങ്ങൾക്കും അകക്കണ്ണുറന്നൊന്ന് നോക്കിക്കേ മൂടാ, ഉത്സാരമോർത്താൽ ഉറങ്ങാമൊക്കേടാ. അടുക്കുൾ തുറക്കുള്ളടക്കല്ല മാടാ, അടച്ചിട്ട ചെപ്പിൽ മുത്തുണ്ടു കേടാ. അകക്കണ്ണു തുറന്നൊന്നു നോക്ക്, അകക്കണ്ണു തുറന്നൊന്നു നോക്കിക്കേ മൂടാ, ഉത്സാരമോർത്താൽ ഉറങ്ങാമൊക്കേടാ. നല്ലവണ്ണൊന്ന് ചിന്തിച്ചാ മനുഷ്യന് ഉറങ്ങാൻ കഴിയോ? നല്ല രൂപത്തിലൊന്ന് ചിന്ത മനസ്സിലേക്ക് തട്ടിയാ മനുഷ്യന് ഉറക്കം വരുമോ? ഇല്ല. കാരണം എന്താണ്? വലിയൊരു പ്രതിഭാസം നമ്മുടെ മുമ്പിലെത്താറുണ്ട്. تتجافى جنوبهم عن المضاجع يدعون ربهم خوفا وطمعا. വിരിപ്പിൽ ഉറങ്ങാൻ കഴിയൂല മനുഷ്യന്, വിരിപ്പിൽ കിടക്കാൻ കഴിയൂല മനുഷ്യന്, ജീവിതം ആസ്വദിക്കാൻ കഴിയൂല. കാരണം മനുഷ്യമെന്ന പ്രതിഭാസം, മരണമെന്ന പ്രതിഭാസം മനുഷ്യന്റെ മുമ്പിലുണ്ട്. അത് ഏത് സമയത്തും വരാം, ഏത് രൂപത്തിലും വരാം, എവിടെ വെച്ചും വരാം. എത്രയെത്ര മരണങ്ങളാണ്, എത്രയെത്ര മരണങ്ങളാ നമ്മുടെ മുമ്പിലൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്, നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് അപകടങ്ങൾ വെള്ളത്തിൽ പോയി മരണപ്പെടുന്നുണ്ട്. അതേപോലെ വലിയ വലിയ ദുരന്തങ്ങൾ മനുഷ്യന്റെ ഇടയിൽ സംഭവിക്കുന്നുണ്ട്. എല്ലാ ദുരന്തങ്ങളും തൊട്ടും ഖാലിഖായ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. എത്രയെത്ര മരണങ്ങൾ മനുഷ്യന്റെ മുമ്പിൽ എല്ലാ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വിനോദസഞ്ചാരത്തിന് പോയ 5 ചെറുപ്പക്കാർ, 3 പേര് കാറിന്റെ ബാക്കിൽ, 2 പേര് കാറിന്റെ മുമ്പിൽ. നല്ല ഉറക്കിലാണ്. കോയമ്പത്തൂരിലേക്ക് എത്തിയപ്പോ വാഹനം കോയമ്പത്തൂരിലേക്ക് എത്തിയപ്പോ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വണ്ടി സൈഡാക്കിയിട്ട് പിന്നിലുള്ള ഉറങ്ങിക്കിടക്കുന്ന ആളുകളൊക്കെ ഒന്ന് വിളിച്ചു നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഒരാൾ എഴുന്നേൽക്കുന്നില്ല. ബാക്കിലുള്ള ആളുകളൊക്കെ വിളിച്ചു നോക്കുമ്പോ ഒരാൾ എഴുന്നേൽക്കുന്നില്ല. അപ്പയാ മനസ്സിലായത് അവൻ മരണത്തിന് കീഴടങ്ങിയിട്ടുണ്ട്. തൊട്ടടുത്ത് അവനെ തൊട്ടുരുമ്മി ചാരി കിടക്കുന്നവൻ അറിഞ്ഞില്ല തന്റെ പ്രിയപ്പെട്ട സുഹൃത്തിനെ മരണം പിടിച്ചിട്ടുണ്ട്, അവൻ ഈ ഭൂമി ലോകത്തിൽ നിന്ന് യാത്രയായിട്ടുണ്ട് എന്ന്. ഇങ്ങനെ എത്രയെത്ര മരണങ്ങളാണ് മനുഷ്യന്റെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ അതിനെ കുറിച്ച് ചിന്തിക്കാറില്ല, ആലോചിക്കാറില്ല. മനുഷ്യന്റെ മുമ്പിലുള്ള ഏറ്റവും വലിയൊരു ഉപദേശം തന്നെ മരണമാണ്. മരണം മനുഷ്യനൊരു ഉപദേശമാണ്. ഓരോ മരണങ്ങളും നമ്മോട് വിളിച്ചു പറയുന്ന ഉപദേശം, നീ ശ്രദ്ധിക്കണം, മരണമെന്നൊരു പ്രതിഭാസം നിന്റെ മുമ്പിലുണ്ട് എന്നാണ്. പക്ഷെ ചിന്തിക്കാറില്ല.
മലക്കുൽ മൗത്ത് അസ്റായിൽ വരുമെന്ന് നോക്കാറില്ല മരണം ചിന്തിക്കാനീ മനുഷ്യനൊട്ടും സമയവുമില്ല. മലക്കുൽ മൗത്ത് അസ്റായിൽ വരുമെന്ന് മനുഷ്യൻ ഓർക്കാറില്ല. അല്ലേ? ഒരു മനുഷ്യൻ മരിച്ച് അയാളെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ ഖബറിലേക്കുള്ള അയാളുടെ ദുനിയാവിൽ നിന്നുള്ള അവസാനത്തെ യാത്രയാണ്. ഖബറിലേക്കുള്ള യാത്രയാണ്. ആ യാത്രയിൽ നമ്മൾ ചൊല്ലാറുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നല്ല പതിഞ്ഞ സ്വരത്തോടുകൂടെ ആത്മാർത്ഥമായി ആ തഹ്ലീലിന്റെ മന്ത്രങ്ങൾ മയ്യത്ത് കൊണ്ടുപോകുമ്പോ വീട്ടിൽ നിന്നിറക്കിയത് മുതൽ പള്ളിക്കാട്ടിലേക്ക് അല്ലെങ്കിൽ പള്ളിയിലേക്ക് എത്തുന്നത് വരെ നമ്മൾ ചൊല്ലാറുണ്ട്. ആ സമയത്ത് പോലും തമാശ പറയുന്നവരും കളിക്കുന്നവരും ചിരിക്കുന്നവരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പയെങ്കിലും ഒന്ന് ചിന്തിക്കാൻ ഇതെന്റെ മുമ്പിലും വരുന്ന പ്രതിഭാസമാണ്. ഒരു പക്ഷേ അടുത്തത് ഇതേപോലെ കൊണ്ടുപോകുന്നത് എന്റെ ജനാസയാവാം എന്നൊരു ചിന്ത പോലും മനുഷ്യന്റെ മുമ്പിൽ പലപ്പോഴും വരാറില്ല. ആ ചിന്ത മനുഷ്യനില്ലാതെയാകുമ്പോഴാ മനുഷ്യൻ കേടുവന്നു പോകുന്നത്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ചില്ലേ, ദിവസവും 20 തവണ മരണത്തെക്കുറിച്ച് ചിന്തിച്ചാൽ അവന് ഷഹീദിന്റെ കൂലിയുണ്ടെന്ന് മുത്തു മുസ്തഫ. ദിവസവും 20 തവണ മരണത്തെക്കുറിച്ച് ചിന്തിച്ചാൽ അവന് ഷഹീദിന്റെ കൂലിയുണ്ടെന്നാണ്. എന്തേ മരണത്തെക്കുറിച്ച് ചിന്തിച്ചാലുള്ള ഗുണമെന്താണ്? മരണത്തെക്കുറിച്ച് ചിന്തിച്ചാൽ മനുഷ്യന് ആത്മീയത കൂടും. മരണത്തെക്കുറിച്ച് ചിന്തിച്ചാൽ മനുഷ്യന് ഐഹിക വിരക്തി വരും. മരണത്തെക്കുറിച്ച് ചിന്തിച്ചാൽ മനുഷ്യൻ നന്നാവും. ആ ചിന്ത മനുഷ്യന്റെ കൽബിലില്ലാത്തത് കൊണ്ടാണ് തോന്നിവാസങ്ങൾ ചെയ്ത് ജീവിക്കുന്നത്. നിങ്ങൾക്കറിയുമോ, മരണസ്മരണ വളരെ പ്രധാനമാണ്. ബഹുമാനപ്പെട്ട ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങള് കൂലിക്കാല നിശ്ചയിച്ചിരുന്നു. എന്തിന്? മരണത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കാൻ. അവര് പറയാണ്, ഉമറേ നിന്റെ മരണം, ഉമറേ നിന്റെ മരണം, ഉമറേ നിനക്ക് മരണമുണ്ട്, ഉമറേ നീ മരിക്കും, ഉമറേ. മരണത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കാനാണ്, മരണത്തെക്കുറിച്ച് ചിന്തിക്കാനാണ്. മരണത്തെക്കുറിച്ച് ചിന്തിച്ചാൽ ഈ ദുനിയാവിൽ വെച്ച് തെറ്റ് ചെയ്യുന്നത് ഇല്ലാതെയാകും. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഉമ്മാന്റെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വന്നത് മുതലേ നമ്മുടെ മരണം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ജീവിതം എണ്ണിത്തിട്ടപ്പെടുത്താൻ തുടങ്ങിയിട്ടുണ്ട്. എത്ര സമയങ്ങളാ തീർന്നു പോകുന്നത്, എത്ര സമയങ്ങളാ നശിച്ചു പോകുന്നത്. നശിച്ചു പോകുന്ന സമയത്തെക്കുറിച്ച് ഓർമ്മ വേണം. തീർന്നു പോകുന്ന സമയത്തെക്കുറിച്ച് ഓർമ്മ വേണം. ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു, ആ റിഫായി ശൈഖ് തങ്ങളോട് അവിടുത്തെ ഗുരു ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ മലിക്കിൽ ഖസ്റൂനി തങ്ങൾ കൊടുത്തൊരു ഉപദേശമാണ്. മോനെ, മുൽതഫിതുൽ ലാ യസ്ഫിൽ വമുശക്കിക്കുൽ ലാ യുഫ്ലിഹ് വമൻ ലം യഗ്രിഫിൻ നഖ്സ മിൻ ഔഖാതിഹി കുല്ലു ഔഖാതിഹി നഖ്സ്. മോനെ, മുൽതഫിതുൽ ലാ യസ്ഫിൽ, തിരിഞ്ഞു നോക്കിയാൽ എത്തിച്ചേരൂല. ഒരു വിഷയത്തിലേക്ക് ഇറങ്ങിയവൻ മറ്റൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ലക്ഷ്യത്തിലേക്ക് എത്തൂല. മാത്രമല്ല മുശക്കിക്കുൽ ലാ യുഫ്ലിഹ്, സംശയമുണ്ടോ ഒരു കാലത്തും വിജയിക്കൂല. നമുക്കൊക്കെ അറിയാം, ഇന്ന് ഒരുപാട് വിവാഹമോചനങ്ങൾ നടക്കുന്ന കാലമാണ് അല്ലേ? മാതൃഭൂമിയുടെയും മനോരമയും എല്ലാ പത്രങ്ങളും അത് പരസ്യം ചെയ്യാനായിട്ട് ഒരു കോളം തന്നെ മാറ്റിവെച്ചേക്കാം. തന്റേതല്ലാത്ത കാരണത്താൽ വിവാഹമോചിത, അല്ലെങ്കിൽ തന്റേതല്ലാത്ത കാരണത്താൽ വിവാഹമോചിതൻ പുതിയ ജീവിതം തേടുന്നു.
സംഗതി അവിടൊക്കെ കാരണങ്ങളൊന്ന് അന്വേഷിച്ചൊന്ന് കണ്ടെത്തിയാൽ നമുക്ക് മനസ്സിലാകുന്നത് തൻ്റേതല്ലാത്ത കാരണമല്ല, തൻ്റെ ഇടമില്ലാത്ത കാരണം. ജീവിതത്തിൽ പലതും നമുക്ക് പഠിക്കാനുണ്ട്. വൈവാഹിക ജീവിതത്തിലേക്ക് കടക്കുന്നതിൻ്റെ മുമ്പ് പല വിഷയങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് പ്രവേശിക്കുകയല്ല. ഈ വിവാഹമോചനത്തിൻ്റെ ഒക്കെ പിന്നിലുള്ള പരമമായ കാരണം പലതും സംശയരോഗങ്ങളാണ്. ഭാര്യയെ സംശയം ഭർത്താവിന്, ഭർത്താവിന് സംശയം ഭാര്യയ്ക്ക്. ഒന്ന് ഫോൺ ചെയ്താൽ, അതല്ലെങ്കിൽ ഇവൻ വിളിക്കുന്ന സമയത്ത് അവളൊന്ന് എൻഗേജ് ആയാൽ, ബിസി ആയാൽ, അവൾ വിളിക്കുന്ന സമയത്ത് ഇവനൊന്ന് ബിസി ആയാൽ സംശയം. അയാൾ വേറെ ആരോ ആയിട്ട് ചാറ്റുകയാണ്, അല്ലെങ്കിൽ ഇവള് വേറെ ആരോ ആയിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന സംശയം. ആ സംശയം മൂർജിക്കുന്നു. ഈ സംശയം പിശാചിൽ നിന്നുള്ളതാണ്. സംശയിക്കാൻ പറ്റൂല. സംശയിച്ചാൽ ഒരു കാലത്തും വിജയിക്കൂല എന്ന് ഗുരു ശിഷ്യന് കൊടുത്ത ഉപദേശമാണ്. അതുകൊണ്ടാണ് പല ജീവിതങ്ങളും പാതി വഴിയിൽ തകർന്നടിഞ്ഞു പോകുന്നത്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ സംശയിക്കരുത് ഭാര്യമാരെ, തന്റെ പ്രിയപ്പെട്ട ഭാര്യമാരെ സംശയിക്കരുത് ഭർത്താക്കന്മാരെ. വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ മുമ്പിലുണ്ട്. എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അവർ പ്രവാസ ജീവിതം തിരഞ്ഞെടുത്തത്. ആർക്കൊരു പ്രവാസിയായി തീരാൻ ഇഷ്ടമുള്ള ആരും നമ്മുടെ ഒന്നും കൂട്ടത്തിലില്ല, ആരുണ്ടാവില്ല. പ്രവാസ ജീവിതം നയിക്കാൻ ഇഷ്ടപ്പെടുന്ന ആരുമില്ല. തന്റെ പ്രിയപ്പെട്ട മക്കൾ ഉപേക്ഷിച്ച്, തന്റെ പ്രിയപ്പെട്ട ഭാര്യമാരെ ഉപേക്ഷിച്ച് മണലാരണ്യത്തിലേക്ക് വിമാനം കയറിയിട്ട് പറന്നകന്നത് ജീവിതത്തിൽ അയാൾക്ക് സുഖം കിട്ടാൻ വേണ്ടിയല്ല, തന്റെ കുടുംബത്തിന് വേണ്ടിയാണ്, തന്റെ ആശ്രിതർക്ക് വേണ്ടിയാണ്. ആ പ്രവാസികൾ മരുഭൂമിയിൽ വിയർത്തൊലിച്ചധ്വാനിക്കുന്നത് അതനുഭവിക്കുന്നുണ്ട് വീട്ടുകാർ, അതനുഭവിക്കുന്നുണ്ട് മക്കള്, അതനുഭവിക്കുന്നുണ്ട് കുടുംബക്കാർ, അത് നാട്ടുകാരനുഭവിക്കുന്നുണ്ട്. അയാൾ അധ്വാനിക്കുന്നതിൻ്റെ ഒരു ഭാഗം പള്ളിയിലേക്ക് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ മതം ദീനി സംരംഭങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, സ്ഥാപനങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, വീട്ടുകാർക്ക് കിട്ടിയിട്ടുണ്ട്, കുടുംബങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന് എന്തു കിട്ടി? ജീവിതത്തിന്റെ നല്ല കാലങ്ങളൊക്കെ തീർന്നുപോയി ആ മരുഭൂമിയിൽ. ജീവിതത്തിന്റെ യുവത്വങ്ങൾ ആ മരുഭൂമിയിൽ ഹോമിക്കപ്പെട്ടു. ആ കാലങ്ങളൊന്നും ഇനി അയാൾക്ക് തിരിച്ചു കിട്ടൂല. ഇനി ആ കാലങ്ങളൊന്നും അയാൾക്ക് തിരിച്ചു കിട്ടൂല. അവസാനം പ്രായം ചെന്ന് പ്രവാസ ജീവിതം നിർത്തിയിട്ട് നാട്ടിലേക്ക് പോരുമ്പോ അയാൾക്ക് ഉണ്ടാകുന്നത് കുറച്ച് ഷുഗറും പ്രഷറും ശാരീരിക രോഗങ്ങളും നരയും മാത്രമാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, വീടും നാടും ഉപേക്ഷിച്ചിട്ട് വിദേശത്ത് പോയി ജോലി ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ, ഭർത്താക്കന്മാർ, അവരെ വേദനിപ്പിക്കരുത്, അവരെ വിഷമിപ്പിക്കരുത്. അവർക്ക് അവരുടെ അഭാവത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മുടെ ചാരിത്രം നമ്മൾ സൂക്ഷിക്കണം, അത് കളങ്കപ്പെടുത്തരുത്. ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുകയല്ല. അഷ്റഫ് ബഹുമാനപ്പെട്ട നിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിനോട് അവിടുത്തെ ഗുരു കൊടുത്ത ഉപദേശം, മോനെ, മുശക്കിക്കുല്ല യുഫ്ലിഹ്, സംശയിക്കുന്നവൻ ഒരു കാലത്തും വിജയിക്കൂല. സംശയിച്ചാ വിജയിക്കൂല. വമല്ലം യഗ്രിഫിൻ നഖ്സ മിൻ ഔഖാതിഹി കുല്ലു ഔഖാതിഹി നഖ്സ്. മൂന്നാമതായി കൊടുത്ത ഉപദേശം, സമയം നഷ്ടപ്പെട്ടു പോകുന്നതിനെ കുറിച്ച് ബോധമില്ലെങ്കിൽ, സമയം നഷ്ടപ്പെട്ടു പോകുന്നു എന്നൊരു ചിന്തയില്ലെങ്കിൽ, കുല്ലു ഔഖാതിഹി നഖ്സ്, അവന്റെ സമയങ്ങളൊക്കെ തീർന്നുപോയി, അവന്റെ സമയങ്ങളൊക്കെ തീർന്നുപോയി. സമയം നഷ്ടപ്പെട്ടു പോകുന്നതിനെ സംബന്ധിച്ചും ഒരു ബോധം വേണം. ഈ വിലപ്പെട്ട ഗുരു കൊടുത്ത 3 ഉപദേശങ്ങളുണ്ടല്ലോ, നിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു അത് ജീവിതത്തിൽ പകർത്താൻ ശ്രമിച്ചു. മാത്രമല്ല, ആ ഒരൊറ്റ ഉപദേശം ഒരു കൊല്ലത്തോളം നിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ചൊല്ലിയിട്ട് നടന്നു. തപ്പാതെ അബ്ദുൽ മലീകിൽ ഖസൂറൂനി, താങ്കൾ ഒരു ചൊല്ലാൽ ഒരാണ്ട് പാർത്തോവർ. അവിടുത്തെ മാറി കാണാം,
ഈ ഒരു ഉപദേശം അതൊരു കൊല്ലം ഉസ്താദിൽ നിന്ന് കിട്ടിയ ഉപദേശം ശിഷ്യൻ ചൊല്ലിക്കൊണ്ടേ നടന്നു ദിക്റ തന്നെ. എന്തേ കാരണം? അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ജീവിതത്തിൽ വളരെ വിലപ്പെട്ട ഉപദേശങ്ങളാണ്. ഒന്ന്, തിരിഞ്ഞു നോക്കിയാൽ എത്തിച്ചേരൂല. രണ്ടാമത്തത് മുശക്കിക്കുല്ലായി ഫിൽഹ്, സംശയിച്ച വിജയം കാണൂല. പിന്നെയോ സമയം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ആ ബോധമില്ലെങ്കിൽ എല്ലാ സമയവും നഷ്ടത്തിലാണ്. എല്ലാ സമയവും അവന് നഷ്ടപ്പെട്ടു പോയി. ഈ ഉപദേശമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മളൊക്കെ എത്ര വർഷമായി ജീവിക്കാൻ തുടങ്ങിയിട്ട്? 70 ജീവിച്ചവരുണ്ട്, 40, 30, 20 പല വർഷങ്ങളും ജീവിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കാലയളവിലൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയതുണ്ട്. അതൊന്നും നമുക്കിനി തിരിച്ചു കിട്ടൂല. ബഹുമാനപ്പെട്ട ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു, അവരെ കേൾക്കാത്ത ആരും നമ്മുടെ സദസ്സിലുണ്ടാവൂല. ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു സാഹിദീങ്ങളുടെ നേതാവാണ്. അധികാരങ്ങളും പവറുകളും ഇട്ടേച്ചെറിഞ്ഞുപോയി. ഈ ഭൗതിക ജീവിതത്തെ ത്വലാഖ് ചൊല്ലിയിട്ട് അവസാനം നാട് വിട്ടുപോയി, കാട്ടിൽ പോയി പച്ചില തിന്ന് ജീവിച്ചു എന്ന ചരിത്രത്തെ കാണാം. ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹുവിനോട് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഓ മഹാരാജാവേ, നിങ്ങളെ കൊട്ടാര വെയിറ്റിംഗ് ഷെഡ് കാണാൻ വേണ്ടി വന്നതാ ഞാൻ. അദ്ദേഹം തങ്ങൾ ചോദിച്ചു, വെയിറ്റിംഗ് ഷെഡോ? ഇത്ര വലിയൊരു കൊട്ടാരം കണ്ടിട്ടതിന് വെയിറ്റിംഗ് ഷെഡെന്നോ? പരിഹസിക്കുകയാണോ? ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു ആ മനുഷ്യൻ പറഞ്ഞു, ഒന്നാഗതം പറഞ്ഞു, ഓ മഹാരാജാവേ, പരിഹസിച്ചതല്ല, ഞാനൊരു സത്യം പറഞ്ഞതാ. എടോ, ഇത് കൊട്ടാരമാണ്. ഈ കൊട്ടാരം കണ്ടിട്ടാണോ നീ വെയിറ്റിംഗ് ഷെഡ് എന്ന് പറയുന്നത്? ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ഇത് വെറും ഒരു വെയിറ്റിംഗ് ഷെഡാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഈ അധികാരം കിട്ടിയത് ആരിൽ നിന്നാണ്? നിങ്ങൾക്ക് ആരിൽ നിന്ന് അധികാരം കിട്ടിയത്? ഈ കൊട്ടാരം നിങ്ങൾക്ക് ആരാ തന്നത്? ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു പറഞ്ഞു, എൻ്റെ ഉപ്പ പൂർവീകരിൽ നിന്ന് കിട്ടിയതാണ് ഈ അധികാരവും പവറുകളും കൊട്ടാരവും. ചോദിച്ചു, നിന്റെ വെല്ലുപ്പാക്കി എവിടെ നിന്നാ മഹാരാജാവേ നിങ്ങളെ വെല്ലുപ്പാക്കി അധികാരവും പവറും കൊട്ടാരവും കിട്ടിയത്? അവരെ ഉപ്പയിൽ നിന്ന് കിട്ടിയതാണ്. ചോദിച്ചു, ആ അധികാരം കൊടുത്ത ആ വ്യക്തി എവിടെയാണ്? പറഞ്ഞു, അദ്ദേഹം മരണപ്പെട്ടു പോയി, പള്ളിക്കാട്ടിലാണ്. ചോദിച്ചു, എന്നാൽ അടുത്ത ആളിലേക്ക് അധികാരം നീങ്ങി, അദ്ദേഹത്തിന് എവിടെ നിന്നാ ഈ അധികാരം കൈയാളി? അദ്ദേഹം ഇന്നെവിടെയാണ്? അവരും മരണപ്പെട്ടുപോയി. തലമുറകളായി താവഴികളായി കൈമാറിപ്പോന്ന അധികാരങ്ങളും പവറുകളും കൊട്ടാരങ്ങളും അവസാനം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിട്ട് ഈ അധികാരത്തിൽ വാഴുന്ന രാജാവ് നിങ്ങളാണ്, ഈ അധികാരം കൈയാളുന്ന രാജാവ് നിങ്ങളാണ്. അതുകൊണ്ട് നിങ്ങളും ഒരു ദിവസം പോകും, നിങ്ങളെയും കൊണ്ടുപോകും. മലക്കുൽ മൗത്ത് പിടിക്കപ്പെടും. നിങ്ങളെ കഫൻ ചെയ്തു 3 കഷ്ടം തുണിയിൽ പൊതിഞ്ഞു കൊണ്ടുപോയി. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റാ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഇടനെഞ്ചിലേക്ക് പിടിമണ്ണിട്ടിട്ട് നിങ്ങളെ സർവന്റുകൾ തിരിച്ചു പോരും, പട്ടാളക്കാർ തിരിച്ചു പോരും, കുടുംബങ്ങൾ തിരിച്ചു പോരും, നാട്ടുകാരും കൂട്ടുകാരും തിരിച്ചു പോരും. ഈ കൊട്ടാരം കാലകാലം നിലനിൽക്കൂല, ഈ അധികാരം കാലകാലം നിലനിൽക്കൂല. പൂർവീകര് വെയിറ്റ് ചെയ്തു പോയ ഷെഡല്ലേ ഇത്? അവസാനം വെയിറ്റ് ചെയ്ത് പലരും പോയി, നിങ്ങളിലേക്ക് എത്തിയിട്ടില്ലേ ഈ ഷെഡ്? ഇത് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ഷെഡാണ്. ഇതിൽ നിന്ന് നിങ്ങളും അജരത്തുമ്പോ ഇറങ്ങിപ്പോകേണ്ടി വരും. ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹുവിന്റെ ഖൽബിലേക്ക് ചിന്ത കയറാൻ തുടങ്ങി. അവസാനം നാട് വിട്ട്, അധികാരം വിട്ട്, പവറുകൾ വിട്ടു, എല്ലാം വിട്ടേച്ച് നാട് വിട്ടു പോയി, കാട്ടിൽ പോയി പച്ചില തിന്ന് ജീവിച്ചു എന്ന് ചരിത്രത്തിൽ കാണാം. എത്ര രാജാക്കന്മാർ, എത്ര കൊട്ടാരങ്ങൾ! കൊട്ടാരം കോട്ടകൾ കെട്ടി
പട്ടാളം കാവല് നിർത്തി നാട് ഭരിച്ചോരു മന്നാ നാളെ നീയും ഒരു പിടി മണ്ണാ ജീവിതകാലത്തെ ഹുങ്ക് മൗത്തോടെ മാറ്റുന്നു റബ്ബ് കൊട്ടാരം കോട്ടകൾ കെട്ടി പട്ടാളം കാവല് നിർത്തി നാട് ഭരിച്ചോരു മന്നാ നാളെ നീയും ഒരു പിടി മണ്ണാ. എത്ര രാജാക്കന്മാർ നമുക്കറിയാം. സൗദി രാജാവ് ഫഹദ് ബിൻ അബ്ദുൽ അസീസ് നമുക്കൊക്കെ പരിചയമുള്ളയാളാണ്. അദ്ദേഹത്തിന് വലിയ സർവന്റുകളുണ്ട്, പട്ടാളക്കാരുണ്ട്. ഒരു യാത്ര ചെയ്യുകയാണെങ്കിൽ ഡോക്ടേഴ്സ് കൂട്ടത്തിലുണ്ട്, ആംബുലൻസ് സംവിധാനങ്ങളുണ്ട്, എന്തിനധികം റഡാർ സംവിധാനങ്ങളുണ്ട്. എല്ലാ സംവിധാനങ്ങളും അധികാരങ്ങളും പവറുകളും ഉണ്ട്. അദ്ദേഹം ഭക്ഷിക്കുന്ന ഫുഡ്, ആ ഫുഡ് അതിൽ വിദഗ്ധമായ പരിശോധന നടത്തിയിട്ടാ നൽകുന്നത്. കാരണം അദ്ദേഹത്തിന്റെ ജീവിതത്തിന്, അദ്ദേഹത്തിന്റെ ശരീരത്തിനൊരു ഹാനികരം വരരുത്, അദ്ദേഹത്തിന് ഇത് മുഖേന ആരോഗ്യ പ്രശ്നം വരരുത് എന്ന് മനസ്സിലാക്കിയിട്ട് കൊടുക്കുന്ന ഫുഡിൽ പോലും വിദഗ്ധമായ പരിശോധന നടത്തിയിട്ടാണ് അദ്ദേഹത്തിന് കൊടുക്കുന്നത് എങ്കിൽ സുബ്ഹാന ജല്ല ജലാലുഹു, ശത്രുക്കൾ വരുന്നതും അദ്ദേഹത്തിന് വരുന്ന ഭീഷണികളും ഒപ്പിയെടുക്കുന്ന റഡാർ സംവിധാനങ്ങളൊക്കെയുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ സമീപത്ത് മരണം വന്നപ്പോ ഖാബിദുൽ അർവാഹ് മലക്ക് അസ്റാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നപ്പോ ആ ഖാബിദുൽ അർവാഹിനെ റഡാർ ഒപ്പിയെടുത്തില്ല, ആ സംവിധാനം അതിന് ഉപകരിച്ചിട്ടില്ല. റഡാർ സംവിധാനത്തിൽ അസ്റാഈലിനെ കാണാനൊക്കില്ല. അതേപോലെ തന്നെ പട്ടാളക്കാർക്ക് തടയാൻ കഴിഞ്ഞില്ല. മരിക്കേണ്ടത് സംഭവിച്ചു, അധികാരം വിടേണ്ടി വന്നു, കൊട്ടാരം ഉപേക്ഷിക്കേണ്ടി വന്നു. ഏത് രാജാവായാലും, എത്ര അധികാരമുള്ളവനായാലും, എത്ര പവറുള്ളവനായാലും മരണത്തിന്റെ മുമ്പിൽ അവൻ സാധാരണക്കാരൻ മാത്രമാണ്. മരണമെന്ന പ്രതിഭാസം നമ്മുടെയൊക്കെ മുമ്പിൽ വരാനുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾക്കറിയുമോ വലിയ വലിയ മഹാന്മാര് മഹദികളൊക്കെ പേടിച്ചതാണ് ആഖിബത്ത് നന്നായുള്ള മരണമാണ്. അള്ളാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. ആഖിബത്ത് നന്നാവണമെന്നതൊരു വിഷയമാണ്. എല്ലാ പ്രാർത്ഥനകളിലും നമ്മൾ പ്രാർത്ഥിക്കേണ്ട സംഗതി ആഖിബത്ത് നന്നായി കിട്ടണമെന്നാണ്. ഈ ഭൗതിക ലോകത്ത് കാലങ്ങളോളം ജീവിച്ചിട്ട് ഈ ഭൗതിക ലോകത്തെല്ലാ സുഖങ്ങളും അതുപോലെ തന്നെ അനുഭൂതികളൊക്കെ ആസ്വദിച്ചിട്ട് അവസാനം ഈമാനില്ലാത്ത മരണം സംഭവിച്ചാൽ ശാശ്വതമായ പരാജയമാണ് അവനിക്കോ, ശാശ്വതമായ പരാജയം അവൻ ഏൽക്കേണ്ടി വരും. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മളൊക്കെ പോയി കിടക്കുന്ന ഒരു വീടുണ്ട്, അതാണ് ഖബർ. നമ്മുടെ വീട്ടിൽ നിന്നൊരു ദിവസം ഇറക്കി കൊണ്ടുപോകലുണ്ട്. 3 കഷ്ണം തുണി ചുറ്റി മുറിയാതെ ദിക്റും ചൊല്ലി ഖബറിലേക്കുള്ളൊരു പോക്ക് ഖൽബിൽ നീ ഓർത്തിട്ട് നോക്ക്. 3 കഷ്ണം തുണി ചുറ്റി മുറിയാതെ ദിക്റും ചൊല്ലി ഖബറിലേക്കുള്ളൊരു പോക്ക് ഖൽബിൽ നീ ഓർത്തിട്ട് നോക്ക്. തൊട്ടിലാടിയ കുട്ടി പച്ച മണ്ണോട് നീ പിന്നെ ഒട്ടി. ഈ അർത്ഥവത്തായ കവിത എഴുതിയത് ഒരു പൊന്നാരിക്കാരൻ മാഷാണ്. ഇത് സമൂഹത്തിന്റെ മുമ്പിൽ ആലപിച്ചത് ബഹുമാനപ്പെട്ട എരഞ്ഞോളി മൂസയാണ്. രണ്ടുപേരും ഇന്ന് ഭൗതിക ലോകത്തിലെ പാട്ടുപാടിയയാളെയും അതേപോലെ പാട്ടെഴുതിയയാളെയും രണ്ടുപേരെയും മരണം തട്ടിയെടുത്ത് ഖബറിലാണ്. അള്ളാഹുവിനോടൊക്കെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കട്ടെ.
എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ നമ്മയും നമ്മുടെ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോകുന്ന ഒരു ദിവസമുണ്ട്. അതിനു വേണ്ടി നമ്മുടെ വീടിന്റെ മുറ്റത്തൊരു വാഹനം വരുന്നുണ്ട്. ആ വാഹനം AC ഫിറ്റ് ചെയ്ത വാഹനമല്ല, കാറ്റടിച്ചു പോകുന്ന വാഹനമല്ല, ഡ്രൈവ് ചെയ്തു പോകുന്ന വാഹനമല്ല. പിന്നെയോ സുഖങ്ങളും അനുഭൂതികളും ആസ്വദിക്കാൻ പറ്റുന്ന വാഹനമല്ല. പിന്നെ 6 കാലുള്ള മയ്യത്ത് വട്ടില് നമ്മുടെ വീടിന്റെ മുമ്പിലെത്തുന്ന ഒരു ദിവസം വരുന്നുണ്ട്. ആ വാഹനം നമ്മുടെ വീട്ടിന്റെ മുമ്പിലെത്തിയിട്ട് നമ്മെ വെയിറ്റ് ചെയ്യുന്ന ഒരു ദിവസം വരുന്നുണ്ട്. എങ്ങോട്ടേക്കാ കൊണ്ടുപോകുന്നത്? ഊട്ടിയിലേക്കല്ല, കൊടൈക്കനാലിലേക്കല്ല, മലമ്പുഴ ഡാമിലേക്കല്ല, പിന്നെയോ ഖബറിലേക്കാണ്. നിഗൂഢതകളുള്ള ഖബർ, സുബ്ഹാന ജല്ല ജലാലുഹു, ഇരുളാൽ പെയിന്റിട്ട ഖബറിലേക്കാണ് കൊണ്ടുപോകുന്നത്. അവിടെ പട്ടാളക്കാർ വരൂല്ല, അവിടെ അയൽവാസി വരൂല്ല, അവിടെ കൂട്ടുകുടുംബാദികൾ വരൂല്ല, അവിടെ പ്രിയപ്പെട്ട ഭാര്യ വരൂല്ല, മക്കൾ വരൂല്ല, ആരും നമുക്ക് കൂട്ടിനുണ്ടാകൂല, ആരും ഒന്ന് വീശിത്തരാൻ വരൂല്ല, ആരും ഒന്ന് ഫാനിട്ട് തരാൻ വരൂല്ല, സുഖവിവരങ്ങൾ അറിയാൻ വരൂല്ല. ഫോൺ കമ്പിലറ്റർ സർവവും നിലച്ചില്ലേ, അവർക്കുള്ള ഹാലറിയാത്ത അത്ഭുതമല്ലേ. ഖബറിലേക്ക് പോയ നമ്മുടെ മക്കളല്ലെങ്കിൽ മാതാപിതാക്കളൊന്ന് ഫോൺ ചെയ്യാമെന്ന് കരുതിയാൽ, അവരുടെ അവിടുത്തെ ജീവിതത്തെ കുറിച്ചൊന്ന് അറിയാമെന്ന് കരുതിയാൽ, അവർ സുഖത്തിലാണോ എന്നറിയാൻ, അവർ വിഷമത്തിലാണോ എന്നറിയാൻ, അവരവസ്ഥയൊന്നറിയാൻ ഫോണ് വിളിച്ചാ കിട്ടൂല. പിന്നെയോ ലെറ്റർ അയക്കാൻ പറ്റുന്ന സ്ഥലവുമല്ല. ഫോൺ കമ്പിലറ്റർ സർവവും നിലച്ചില്ലേ, അവർക്കുള്ള ഹാലറിയാത്ത അത്ഭുതമല്ലേ.